ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോക്കായി വന്നിട്ട്. നമ്മുടെ 2025 ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ വീഡിയോ തന്നെ കുറേ ദിവസമായി എടുത്തു വെച്ചിട്ട് നമ്മുടെ സക്കിയ കുട്ടിക്ക് ക്രിസ്മസ് വെക്കേഷന് നമ്മളൊന്ന് കോഴിക്കോട് വരെ പോയിട്ടുണ്ടായിരുന്നു. ബസ്സിലാണ് കേട്ടോ പോയിട്ടുള്ളത്. വീഡിയോ എഡിറ്റ് ചെയ്യൽ നിർത്തിയാൽ പിന്നെ കുറച്ച് മടിയാണ് കേട്ടോ അതൊന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു ഈ ഒരു വീഡിയോയും. എന്തായാലും ഇതാ നമ്മൾ കോഴിക്കോട് ഇറങ്ങി. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ബേപ്പൂരിലേക്കാണ് കേട്ടോ ആദ്യം തന്നെ വന്നിട്ടുള്ളത്. കോഴിക്കോട് വരുമ്പോൾ പിന്നെ ബീച്ചിലൊക്കെ വന്ന് പോകാമെന്നല്ലാതെ ഇങ്ങോട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു വശത്തേക്ക് വരുന്നത് കേട്ടോ. ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അക്കരക്കും ഇക്കരക്കൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ജങ്കാറാണ് കേട്ടോ. അതൊക്കെ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ദാ നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മുടെ സക്കിയക്കുട്ടിയൊക്കെ അത് ആകാംക്ഷയോടെ ഓടുകയാണ് കേട്ടോ. എപ്പോഴും പറയും വെക്കേഷൻ ആയാൽ എവിടെയെങ്കിലും ടൂർ പോകണം എന്ന്. വെക്കേഷൻ ആവാൻ അവൾ കാത്തു നിൽക്കുന്നത് ടൂർ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ മോശമല്ലേ. അങ്ങനെ പെട്ടെന്ന് ഉണ്ടായിരുന്ന ഒരു തീരുമാനമായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വരിക എന്നുള്ളത്. അങ്ങനെ ഇതാ നമ്മൾ ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ട്. ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു ബോട്ടിൽ. നല്ല അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വൈബ് തന്നെയായിരുന്നു. പിന്നെ ആദ്യമൊക്കെ കുറേ നേരം അനങ്ങാതെ അവിടെ ഇങ്ങനെ ഇരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എന്താ സ്ഥിതി എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. ഇതിപ്പോൾ സാധാ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെയാണ് എണീക്കലൊക്കെ തുടങ്ങിയത് അവിടുന്ന്. അപ്പോൾ ഇവിടെ ഇതുവരെ വന്നവരും അതുപോലെ തന്നെ ബോട്ടിൽ കയറിയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. അതൊരിക്കലും മറക്കരുത്. അധികം ചിലവില്ലാതെ തന്നെ നമ്മുടെ കുട്ടികളുടെ ആഗ്രഹത്തിനും പിന്നെ നമ്മുടെ ആഗ്രഹത്തിനൊക്കെ ബോട്ടിലൊക്കെ കയറി ഒന്ന് അടിച്ചു പൊളിക്കുക, ഒന്ന് ആസ്വദിക്കുക എന്നുള്ളവർക്ക് വരാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഈ ബേപ്പൂർ ബോട്ട് സർവീസ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സക്കിയക്കുട്ടീൻ്റെയും ഷെഫീഖാൻ്റെയും ഒക്കെ ആയിട്ട്. അപ്പോൾ പിന്നൊരു കാര്യം, ഞാൻ കപ്പലൊക്കെ ഫസ്റ്റാണ് കേട്ടോ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രായമായിട്ടും പറയാൻ പാടുണ്ടാവുമോ എന്നറിയില്ല. അങ്ങനെ എന്താ പറയുക, അങ്ങനെ നേരിട്ട് കാണുന്ന സ്ഥലത്തൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ എത്തിപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും. അപ്പോൾ പറയുന്നതിനും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല.
അങ്ങനെ ഇതാ നമ്മൾ ഫുള്ളും കറങ്ങി തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ കേറിയ അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ദാ ബോട്ടൊക്കെ അവിടെ കെട്ടിയിട്ട് ട്ടോ. പിന്നെ ദാ ജാക്കറ്റൊക്കെ ഊരിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ട് നല്ല രസം തന്നെയായിരുന്നു ട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വരികയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇവിടുന്ന് അക്കരക്ക് കടക്കണമെങ്കിൽ ജങ്കാറിൽ കയറണം. അപ്പോൾ അതാ നമ്മൾ ജങ്കാറിൽ കയറിയിട്ടുണ്ട്. ഇതിൽ കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബസ്സിലൊക്കെ ടിക്കറ്റ് എടുക്കും പോലെ കയറുന്നതിന് മുമ്പ് അവിടെ ടിക്കറ്റ് എടുത്തിട്ടാണ് കേട്ടോ കയറുന്നത്. ഒരാൾക്ക് 10 രൂപയാണ് ഇതിൽ കയറുന്നതിന്. പിന്നെ വണ്ടികളൊക്കെ കയറ്റുന്നതിന് അതിന് കൂടുതൽ പൈസ ഉണ്ടാവുമായിരിക്കും. നമ്മൾ മാത്രമാണല്ലോ ഉള്ളത്. അങ്ങനെ അതിൽ കയറി ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കാറൊക്കെ ഇതിലേക്ക് കയറ്റുന്നത് കണ്ടപ്പോൾ തന്നെ സെക്യൂരിറ്റി ചോദിക്കുകയാണ് കേട്ടോ, നമ്മൾ താന്നു പോവോ, വണ്ടിയൊക്കെയാണല്ലോ കയറ്റുന്നത് എന്നൊക്കെ. ശരിക്കും എല്ലാ കാര്യങ്ങളും കാണും കേൾക്കും ഒക്കെ ചെയ്താൽ തന്നെയാണല്ലോ അല്ലേ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയുള്ളൂ. പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെ കാണുക എന്നല്ലാണ്ട് ഇതൊക്കെ ഇങ്ങനെയാണ് ഇതിനാണ് എന്നുള്ളത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വർഷം എടുക്കേണ്ടി വന്നു എനിക്കൊക്കെ. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഞാൻ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും അങ്ങനെ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾ വലിയതാവുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഗൗരവമൊക്കെ മനസ്സിലാവുക. ചെറിയ കുട്ടികളാവുന്ന സമയത്ത് ഏതെങ്കിലും കളിക്കാനുള്ള സ്ഥലത്തൊക്കെ പോകുക എന്നല്ലാതെ. പിന്നെ നമ്മളിതാ മീനൊക്കെ പിടിച്ച് കൊണ്ടുവരുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്, ബേപ്പൂർ തന്നെ. അപ്പോൾ പരുന്തുകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരമൊക്കെ മീൻ പിടിച്ചു കൊണ്ടുവരുന്ന ആ ഒരു ടൈമിലൊക്കെ നല്ല തിരക്കാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതാ കൊട്ടയിലൊക്കെ ഒരു കൊട്ട മീനിനൊക്കെ 200 രൂപയൊക്കെയാണ് കേട്ടോ ഉള്ളൂ. നമുക്ക് 1 കിലോ കിട്ടണമെങ്കിൽ തന്നെ നല്ല പൈസ കൊടുക്കണമല്ലോ ഇവിടെയൊക്കെ. പിന്നെ അതാ ഞങ്ങളൊരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് അവിടുന്ന് തിരിച്ചു പോന്നു. അപ്പോൾ റെയിൽ പാളം കണ്ടത് മുതലേ നമ്മുടെ ജഗ്ഗിക്കുട്ടീൻ്റെ ആഗ്രഹമാണ് കേട്ടോ ട്രെയിൻ കാണണം എന്നുള്ളത്. അപ്പോൾ പിന്നെ ട്രെയിൻ വരുന്ന ആ ഒരു സമയം നോക്കി ഞങ്ങൾ അവിടെ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ട്രെയിനൊക്കെ വന്നപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവളുടെ ആഗ്രഹം ട്രെയിനിൽ കയറണം എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഈ പൂപ്പൊലിക്കും അതുപോലെ എന്തെങ്കിലും ഫെസ്റ്റിവലിനൊക്കെ പോയാൽ സാധാ കളിക്കുന്ന ട്രെയിനിൽ കയറിയിട്ട് അവൾക്ക് ഒറിജിനൽ ട്രെയിനിന് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഇൻഷാ അള്ളാ ഒരു ദിവസം അവളെയും കൊണ്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മളൊരു സ്ഥലത്തും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെ ബോട്ട് യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളവിടെ പോയി നോക്കുമ്പോൾ തോണിയാണ്. പ്രധാനമായിട്ടും വലിയ സേഫ്റ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു പേടി. അപ്പോൾ പിന്നെ അവിടുന്ന് കയറാതെ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. പിന്നെ നമ്മൾ മെയിൻ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്, നമ്മുടെ ബീച്ചിൽ. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ കുട്ടിക്ക് സന്തോഷമായത് കേട്ടോ. ഇപ്രാവശ്യം ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇതാ എന്തെങ്കിലും ഉപ്പിലിട്ടൊക്കെ കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഷെഫീക്ക വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതാ ഡ്രസ്സൊക്കെ മാറി നമ്മുടെ കുട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ സ്പീഡ് ബോട്ടൊക്കെ. പിന്നെ അതിനൊന്നും നമ്മൾ നിന്നിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം നല്ലോണം വെള്ളത്തിൽ കളിക്കണം എന്നും പറഞ്ഞിട്ടാണ് ഡ്രസ്സൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഇതാ വെള്ളത്തിലേക്ക് ഇറങ്ങി. വലിയ തിരമാല വരുമ്പോൾ ഓടുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യമൊക്കെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷെഫീഖ് അങ്ങനെ അങ്ങോട്ട് നടന്ന് ഇങ്ങനെ പോയി കാണിച്ചു കൊടുക്കുകയാണ് അവൾക്ക്. പിന്നെ അവൾ കുറേ നേരം ഇവിടെ എൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് കളിക്കുകയായിരുന്നു. ഞാൻ പിന്നെ വെള്ളത്തിലേക്കൊന്നും അധികം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ്സിൽ തന്നെയാണല്ലോ തിരിച്ചു പോകേണ്ടത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ കരയിൽ നിന്നിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വൈകുന്നേരമാണ് കേട്ടോ ബീച്ചിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യാസ്തമയമൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. സ്കൂൾ പൂട്ടിയ ഉടനെ തന്നെ മദ്രസിന് 3-4 ദിവസം ലീവ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലും ഷെഫീഖാൻ്റെ വീട്ടിലൊക്കെ പോയി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സക്കിക്കുട്ടീൻ്റെ വെക്കേഷൻ കളറാക്കാൻ വേണ്ടി ബീച്ചിലും കൂടെ എത്തിയപ്പോൾ അവൾക്കും സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. രാത്രി 12:30 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.